പ്രിയരെ, വചനചിന്തയിലേക്ക് വീണ്ടും നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വചനചിന്തയ്ക്കായി 23 സങ്കീർത്തനം 1 വചനത്തിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല എന്ന വചനത്തിൽ നിന്നും സംരക്ഷണം തരുന്ന ഒരു ഇടയനെ കുറിച്ചാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഒരു ഇടയന്റെ പ്രധാന ദൗത്യം എന്നത് തൻ്റെ ആടുകൾക്ക് സംരക്ഷണം ഒരുക്കുക എന്നതാണ്. ആട്ടിൻകൂട്ടത്തിന് ഒരു ഇടയനില്ലെങ്കിൽ അതിൽ എപ്പോൾ വേണമെങ്കിലും കള്ളൻ കയറുവാനും മോഷ്ടിക്കുവാനും എല്ലാത്തിനും സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഒരു ഇടയൻ അത്യാവശ്യമായിരിക്കുന്നതും. ഇന്നും നമുക്ക് ചുറ്റിലും നോക്കുമ്പോൾ വിലയേറിയ വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ സംരക്ഷണം ഒരുക്കിയിരിക്കുന്നതായി നാം കാണുന്നു. ഇന്ന് നമ്മുടെ ദേശത്തിൽ വിശിഷ്ട വ്യക്തികൾക്കെല്ലാം വലിയ രീതിയിലുള്ള സംരക്ഷണം എപ്പോഴും അവർക്ക് ചുറ്റിലും ഉണ്ടായിരിക്കും. എന്തിനാണ് ഇപ്രകാരം ഒരു സംരക്ഷണം ഒരുക്കുന്നത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 10 വചനത്തിൽ മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല എന്ന് പറയുന്നു. ഇന്നും കള്ളൻ വരുന്നത് ആർക്കും വേണ്ടാത്ത ഒരു വസ്തു മോഷ്ടിക്കുവാനല്ല, പകരം വിലയേറിയ വസ്തുക്കൾ സ്വന്തമാക്കി കവർന്നു കൊണ്ടുപോകുവാനാണ് കള്ളൻ വരുന്നത്. അതുകൊണ്ട് തന്നെ വിലയേറിയ വസ്തുക്കൾ സൂക്ഷിക്കുന്നിടത്തും വിശിഷ്ട വ്യക്തികൾക്കും എപ്പോഴും വലിയ സംരക്ഷണം അവർക്ക് ചുറ്റിലുമായി എപ്പോഴും ഉണ്ടായിരിക്കും. ഇന്നും ദൈവത്തിൻ്റെ മുൻപിൽ നാമും വിലയേറിയവരാണ്. യേശുവിൻ്റെ വിലയേറിയ രക്തം മനുഷ്യവംശത്തെ മുഴുവനും പാപത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു. ഇന്നും വിലയേറിയവരായി മാറിയ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും നമ്മെ പാപത്തിൽ അകപ്പെടുത്തുവാനും നമ്മിലുള്ള ആത്മാവിനെ നശിപ്പിക്കുവാനും നമ്മുടെ അനുഗ്രഹത്തെ തടുത്തു വയ്ക്കുവാനും നമ്മുടെ ശരീരത്തെ ബലഹീനമാക്കി പാഴ്ചിലവുകൾ ഉണ്ടാക്കുവാനും പിശാചെന്ന കള്ളൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ നശിപ്പിക്കുവാനും കൊല്ലുവാനുമാണ് വരുന്നതെന്ന് വചനം പറയുന്നു. നമ്മുടെ ഇടയനായ യേശു വന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഇന്നും യേശു നമുക്ക് ഇടയനായി മാറുകയാണെങ്കിൽ വചനം പ്രകാരം പറയുന്നു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 10 അതിൻ്റെ 28 വചനത്തിൽ, നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്നും കൊണ്ടുപോകുവാൻ ആർക്കും സാധ്യമല്ല എന്ന്. ഇന്നും യേശു നമ്മുടെ ജീവിതത്തിൽ ഇടയനായി മാറുകയാണെങ്കിൽ നമുക്കുള്ള നന്മകളോ നമുക്കുള്ള അനുഗ്രഹങ്ങളോ നമുക്കുള്ള സമാധാനത്തെയോ നമ്മുടെ സന്തോഷത്തെയോ ആർക്കും കവർന്നു കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നല്ല ഇടയനായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക. നല്ല ഇടയൻ എന്ന തലത്തിൽ നിന്നും ദൈവം നമുക്ക് ചുറ്റിലും എപ്പോഴും ഒരു സംരക്ഷണമായിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.